നമസ്കാരം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനത്തിനുള്ള നാളെ 1000 പേർക്കുള്ള സദ്യ ഉണ്ട്. അതിന് 30 കിലോ തളയാണ്, 30 കിലോ തള മീൻ കറി വെക്കാനുള്ള പുറപ്പാടാണ്. അതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 30 കിലോ തള 1000 പീസുണ്ട്. അത് രാവിലെ തന്നെ മീൻ രാവിലെ മേടിച്ച് അത് നന്നായിട്ട് പല ആവർത്തി കഴുകിയിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടെ തിരുമ്മി വെച്ചേക്കുകയാണ്. ഇപ്പം അത് ഒരു 3-4 മണിക്കൂറായി. ഇനി ഇതിന് വേണ്ട സാധനങ്ങളാണ് കാണിക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങളാണ്: 1 കിലോ വെളുത്തുള്ളിയുണ്ട്, അത് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നു. 1 കിലോ ഇഞ്ചി, അത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നു. 1 കിലോ കുടംപുളിയുണ്ട്, കോട്ടയം ശൈലിയിലുള്ള മീൻ കറിയാണ്, പുളിയും മുളകും ഉള്ളതാണ്. കരിയാപ്പില. പിന്നെ മസാലയുടെ കാര്യം: 1 കിലോ 1.5 കിലോ പിരിയമുളക് പൊടി, 1/2 കിലോ ഫിഷ് മസാല, 100 ഗ്രാം ഉലുവാപ്പൊടി, 100 ഗ്രാം മഞ്ഞൾപ്പൊടി, ഒരല്പം 1/2 കിലോയ്ക്ക് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. തലേന്നേ കറി വെച്ച് വെക്കുകയാണ്. അന്നേരം ആദ്യമായിട്ട് ഞാൻ അത് സ്റ്റൗ കത്തിച്ച് 2 കിലോ എണ്ണ, 2 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കൊരു കുറച്ച് ഉലുവ, തിളച്ച വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് 1/2 കിലോ ഉലുവ ഇട്ടു. ആദ്യം നമ്മൾ ഉരുളി ഉരുളിയല്ല, വാർപ്പാണ്. അത് വലിയ പാത്രമാണ്. ഒന്ന് തൊടാതെ അവിടെ കിടന്നാൽ കഷ്ണം നന്നായിട്ട് ആകണം. അപ്പോൾ ആദ്യം വാർപ്പിൽ 2 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു കൈ അളവിന് 100 ഗ്രാം അടുത്ത് ഉലുവ ഉണ്ട്. 100 ഗ്രാം ഉലുവ ഒരുമാതിരി മൂപ്പായി. ഇനി അതിലേക്ക് ആദ്യം ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. 1 കിലോ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന 1 കിലോ ഇഞ്ചി പേസ്റ്റ്, ഇതിലേക്ക് കുറച്ച് കരിയാപ്പില. അത് അളവൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ആവശ്യത്തിന് കരിയാപ്പില. ആദ്യം നമ്മൾ ഇതേ പുളിക്കകത്ത് നല്ലപോലെ നന്നായിട്ട് പുളി കഴുകിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ്. നല്ല തണുത്തു. ഇത് ഒരുമാതിരി ഒരു മൂപ്പാകുമ്പോഴത്തേന് നമുക്ക് വെളുത്തുള്ളി, ഉലുവ, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില, ഈ 4 ഐറ്റം ഒരുമാതിരി എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ വരലാണ്. അത് നന്നായിട്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മസാല, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പിലയും കൂടെ മൂത്ത് വരുന്നതിൻ്റെ മണം നന്നായി കഴിക്കുന്നുണ്ട്. അതിലേക്ക് പിരിയമുളകിൻ്റെ പൊടി 1.5 കിലോ, 1/2 കിലോ ഫിഷ് മസാല, 1/2 കിലോ മല്ലിപ്പൊടി, 100 ഗ്രാം മഞ്ഞൾപ്പൊടി, 100 ഗ്രാം ഉലുവാപ്പൊടി. ഈ എത്ര ഐറ്റം കൂടെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ടതുണ്ട്. കൂടെ ചേർക്കാണ് മസാല. നമുക്ക് സാധാരണ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മൂത്ത് ഒഴിച്ചാൽ ഇത് അവസാന കഷ്ണത്തിൽ എണ്ണ ഒഴിക്കും. മൂത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല മസാലയുടെ ആ പച്ചമണമെല്ലാം മാറി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന 1 കിലോ അടുത്ത് പുളി ഒഴിക്കുകയാണ്. ഈ ബക്കറ്റിൽ പഴുത്ത് വെള്ളം. മീൻ വേകാൻ ആവശ്യത്തിന് വെള്ളം, മസാലയ്ക്കകത്ത് മീൻ വേകാൻ ആവശ്യത്തിന് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇച്ചിരി ഒഴിച്ചു, അത് ഒഴിച്ചോടാം.
അതിലേക്ക് ഒരു 1 കിലോയോളം കുറച്ച് കഷ്ണത്തിൽ ഉപ്പ് ആദ്യം ഇട്ടിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് മസാല നന്നായിട്ട് തിളക്കണം. നല്ലതുപോലെ മസാല പുളിയും മുളക് പൊടിയും ഫിഷ് മസാലകളെല്ലാം കൂടെ ഈ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ സെറ്റായിട്ട് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷമേ ആ പുളി വെന്തിറങ്ങിയതിന് ശേഷമേ ഇനി ബാക്കി കഷ്ണങ്ങൾ ചേർക്കത്തുള്ളൂ. അങ്ങനെ നമുക്കൊരു 10 മിനിറ്റ് അത് തിളക്കട്ടെ. ഞാൻ ഇപ്പം വളരെ കുറച്ച് മാത്രമാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. എൻ്റെ വൈഫ് അമ്പിളിയാണ് ഇപ്പം സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതുപോലെ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പം ഞാൻ അതിൻ്റെ ഒരു സാന്നിധ്യം അടുത്ത് തന്നെ വേണമല്ലോ. ഞാനീ പറയുന്നത് ആളുകൾക്ക് അരോചകമായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോയിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടാത്ത. പക്ഷേ ഇത് ഇത്രയും വലിയ പരിപാടി നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അത് വളരെ നമ്മൾ നല്ല വിശ്വസ്തയോടെ നമ്മളിത് നടത്തുന്നത് കൊണ്ടാണ് ഈ ധാരാളം ഓർഡറുകളും ഒക്കെ കിട്ടുന്നത്. ഭക്ഷണത്തിൻ്റെ രുചിയുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും നമ്മളോട് അവരെ തിരക്കത്തുള്ളൂ. ഇത് കോട്ടയം ജില്ലാ പോലീസ് അസോസിയേഷൻ്റെ കോട്ടയം ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന അവർക്ക് വേണ്ട ഉച്ചയ്ക്കുള്ള സദ്യയുടെ നാളെയാണ് അത് നടക്കുന്നത്. ഇന്ന് ഈ മീൻ കറി ഇന്ന് 4 മണിയോടുകൂടി ഞങ്ങളിത് വെച്ച് അതിന് ഉപ്പും പുളിയൊക്കെ നല്ലതുപോലെ പിടിക്കാനായിട്ട് ഈ കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ്. നന്നായിട്ട് ചുമലക്കറി പുളി മുളകും ഇട്ടുള്ള കറിയാണ്. ഈ ഗ്രേവി നമ്മൾ നല്ലതുപോലെ ഗ്രേവി തിളച്ചിട്ടുണ്ട്. ഏതാ ഒന്ന് കാണിച്ചേടാ. മുളകും എരിവുമെല്ലാം ഞാൻ എൻ്റെ കണക്കിന് എൻ്റെ കണക്കിനുള്ള എരിവൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ടെന്നാണ് ഞാൻ കൂട്ടുന്നത്. എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണം ഇടാം. കണ്ടോ, നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് കഷ്ണം അല്ല ഇത്രയൊക്കെ ബൾക്കായിട്ടൊക്കെ മീൻ കറി വെക്കുമ്പോൾ അത് പൊടിയാതെ, അത് അത്ര ആളുകൾക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് പൊടിയാതൊക്കെ ഇരിക്കുന്ന അത്രയും കഷ്ണങ്ങളൊക്കെയാണ് മേടിക്കുന്നത്. നല്ല തളയും ഒക്കെ ഇത് മേടിച്ച് വെളുപ്പിനെ മാർക്കറ്റിൽ പോയി ഇത്രയും സാധനം മേടിച്ചുകൊണ്ട് അവിടുന്ന് തന്നെ കട്ട് ചെയ്യിപ്പിച്ച് രാവിലെ ഇവിടെ കൊണ്ടുവന്ന് നന്നായിട്ട് പല ആളത്തിൽ കഴുകി ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി മസാല പിടിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം എന്നിട്ടാണ് ഫൈനലായിട്ട് മസാലയെല്ലാം ചേർത്ത് കറി വെക്കുന്നത്. ഇനി ഒരു ഏകദേശം അരമണിക്കൂറെങ്കിലും ചെറിയ തീയിൽ കുറച്ചുകൂടെ തീ കുറച്ച് ഇനി കൂടുതൽ സമയം ഇളക്കത്തില്ല. ഈ കഷ്ണം നമ്മൾ ഇത്തിരി ഇളക്കിയാൽ അത് ഒടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ഇനി ഒരു നല്ലപോലെ തിള വന്നിട്ട് 1-2 ഇളക്കൂടെ ഇളക്കത്തുള്ളൂ. വാർപ്പായതുകൊണ്ട് ഇതിൻ്റെ അടിയിലൊന്നും പിടിക്കാൻ ഒരു സാധ്യതയില്ല. നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണ്. നമ്മൾ വീട്ടിലാണെങ്കിൽ ഇതുപോലെ കറിയൊക്കെ മൺചട്ടിക്കകത്ത് ഇനിയിപ്പം നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം വെച്ച് അല്പം കുറച്ച് ഇനി ഒരു പ്രത്യേക രീതിയിലാണ് ഇത് അരമണിക്കൂറോളം നമുക്ക് ചെറിയ തീയിൽ കടന്ന് മീൻ നന്നായിട്ട് തിളച്ച് ഉപ്പും അതിൻ്റെ മുളകും എല്ലാം പുളിയെല്ലാം പിടിച്ച് നല്ല ഒരു എയിമായി കഴിഞ്ഞാൽ നമ്മളിത് നിർത്തത്തുള്ളൂ. നിർത്തി ഏറ്റവും അവസാനം ഈ കറി നിർത്തിയിട്ട് ഏറ്റവും പച്ച വെളിച്ചെണ്ണയും കുറച്ച് കരിയാപ്പിലയും കൂടി ഒഴിച്ച് നിർത്തി നമ്മുടെ കറി ഫിനിഷ് ചെയ്യും. ഇനി അടുത്ത പരിപാടികൾ ഇനി നമുക്ക് കറി ആയി കഴിയുമ്പോൾ വീണ്ടും ഇത് കാണിക്കുന്നതായിരിക്കും. ഫ്ലെയിമുള്ള അടുപ്പാണ്. അതിപ്പോൾ നല്ലതുപോലെ വൃത്തിയായിട്ട് എല്ലായിടവും തിളച്ച് വന്നിട്ടുണ്ട്. 10 മിനിറ്റായി കാണും. ഇനി നമുക്ക് 20 മിനിറ്റ് കൂടെ
വേകാനുണ്ട്. വലിയ മീൻ ഒരു കഷ്ണം പോലും പൊടിയാതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ തവണ ഇളക്കാൻ. എനിക്കത് കാണിച്ചു. നല്ല ഉപ്പും എരിവും പുളിയും എല്ലാവർക്കും കറക്റ്റായിട്ടാണ് സ്റ്റവ് ഓഫാക്കും. അവസാനം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചെടുത്തു. 2 ഗ്രാം മിച്ചം 3 കിലോകളും ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ പരിപാടി ഇത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ കണ്ട അത് നോക്കിയാൽ ഇതേ നിങ്ങൾക്ക് പിടിച്ചോ. കഷ്ണമൊന്നും ഉടയാതെ വളരെ ഭംഗിയായിട്ട് നല്ല രുചികരമായിട്ട് കോട്ടയം സ്റ്റൈല് കുടംപുളിയിട്ട മുളക് കറിയാണ് അത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ വളരെ ഈ വീഡിയോ കണ്ട ആളുകൾ എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.